കണ്ണൂരിൽ സമാധാനത്തിന് മുൻകൈ എടുക്കേണ്ടവർ എന്തിന് മടിക്കുന്നു? ശ്രീ വി മുരളീധരൻ, പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം 7 കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ ഉണ്ടായത്. എന്നിട്ടും എന്തുകൊണ്ട് കത്തി താഴെയിടാൻ നേതാക്കൾ അണികളോട് ആഹ്വാനം ചെയ്യുന്നില്ല? പകരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കം തുടരുകയാണ്. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം പറയുന്നു RSS ചർച്ചയ്ക്ക് വരട്ടെ എന്ന്. അതിന് BJPയുടെ ഉടൻ മറുപടി വരുന്നു AKG സെന്ററിലേക്ക് എന്തായാലും ഭിക്ഷ യാചിച്ച് വരുന്നില്ല എന്ന്. ഇങ്ങനെ തുടർന്നാൽ മതിയോ? സമാധാനം വേണം എന്ന് നേതാക്കൾ പരസ്യമായി എന്തുകൊണ്ട് അണികളോട് പറയുന്നില്ല കണ്ണൂരിൽ? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കണ്ണൂരിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും സമാധാനപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ്. കണ്ണൂരിൽ സംഘർഷം ഉണ്ടാക്കുന്നത് ഞങ്ങളല്ല. സംഘർഷം അവസാനിപ്പിക്കാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. സംഘർഷം എന്നിട്ടും അവസാനിച്ചിട്ടില്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല, ഇത് രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്താൻ പറ്റുന്ന സർക്കാരാണ്. അതുകൊണ്ട് സർക്കാർ മുൻകൈ എടുക്കണം. സർക്കാർ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനോട് പൂർണ്ണമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണോ ശ്രീ വി മുരളീധരൻ? പിണറായി വിജയൻ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹം രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു, അനന്ത്കുമാറിനെ കണ്ടിരുന്നു. 2 കേന്ദ്രമന്ത്രിമാരെയും കണ്ട സമയത്ത് കണ്ണൂരിലെ കാര്യം അദ്ദേഹം അവരുമായിട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. മാത്രമല്ല, സമാധാനത്തിന് വേണ്ടി ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങളൊരു പ്രതിനിധിയെ അയക്കൂ. ഇക്കാര്യമല്ലേ മുഖ്യമന്ത്രി അന്ന് കേന്ദ്രമന്ത്രിമാരോട് പറഞ്ഞത്? എന്നിട്ടും എന്തുകൊണ്ട് സമാധാനത്തിന് പ്രതിനിധിയെ അയച്ചില്ല? കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് ഉന്നയിച്ച ചോദ്യമാണ്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതിൽ അർദ്ധ സത്യങ്ങളുണ്ട്. അതായത് മുഖ്യമന്ത്രി ഡൽഹി പോയി എന്നുള്ളത് സത്യമാണ്. മുഖ്യമന്ത്രി ഡൽഹി പോയത് ഇതിനു വേണ്ടിയല്ല. മുഖ്യമന്ത്രി ഡൽഹി പോയത് അദ്ദേഹം ആദ്യത്തെ തവണ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു കട്സി വിസിറ്റിന് വേണ്ടി പോയതാണ്. അങ്ങനെ രാജ്നാഥ് സിംഗ്ജിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, രാജ്നാഥ് സിംഗ്ജിയെ കണ്ടു. അനന്ത്കുമാറിനെ കാണാൻ പോയത് നമുക്കറിയാം. അനന്ത്കുമാർ ഇവിടെ വന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 2 വർഷം പൂർത്തിയായിട്ടുള്ള സന്ദർഭത്തിൽ അനന്ത്കുമാർ കേരളത്തിൽ വന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറുള്ള നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനാണ് പോയത്. അങ്ങനെ പോയപ്പോൾ രാജ്നാഥ് സിംഗ്ജി അങ്ങോട്ട് സൂചിപ്പിച്ചു, കേരളത്തിൽ സംഘർഷമാണല്ലോ, കേരളത്തിൽ സമാധാനം ഉണ്ടാവണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ശ്രമം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധി അയക്കുക എന്നുള്ളതല്ലോ. കേന്ദ്ര ഗവൺമെൻറ് പ്രതിനിധി അയക്കുന്ന വിഷയമില്ല. സംസ്ഥാന ഗവൺമെൻറ് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയും RSSഉം അതിന് തയ്യാറാണ്. ഞാനിത് പറയുന്നത് ആധികാരികമായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന നേതൃത്വവുമായിട്ട് ഈ ചർച്ചയ്ക്ക് ഞാൻ വരുന്നതിന് മുൻപേ സംസാരിച്ച് അവരുടെ വ്യക്തമായിട്ടുള്ള നിലപാട് മനസ്സിലാക്കി അവർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചാൽ, മുഖ്യമന്ത്രി ആ യോഗത്തിന് നേതൃത്വം നൽകിയാൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം ആ യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ്. അതായത് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം പോസിറ്റീവായിട്ട് തന്നെ RSS എടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് RSS ഇങ്ങോട്ട് പറയട്ടെ, മുഖ്യമന്ത്രിയോട് പറയട്ടെ, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കാര്യം. അപ്പോൾ അതിനുള്ള സംവിധാനം മുഖ്യമന്ത്രി ഉണ്ടാക്കും. ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതിനെ AKG സെന്ററിൽ പോയി ഭിക്ഷ യാചിക്കുവാനുള്ള വിളിയായിട്ട് എന്തായാലും കാണുന്നില്ല RSS. ഇല്ല, മാതൃഭൂമിയിലൂടെ ഞാൻ കേരള മുഖ്യമന്ത്രിക്ക് ഈ സന്ദേശം കൊടുക്കുകയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഒരു സമാധാന ചർച്ചക്ക് ഒരുക്കുകയാണെങ്കിൽ, അതിനുള്ള സാഹചര്യം ഒരുക്കിയാൽ മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയ്ക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വം തയ്യാറാണ്. ഭാരതീയ ജനതാ പാർട്ടി അക്കാര്യത്തിൽ ഒരു സംശയമില്ലാതെ തയ്യാറാണ്. ഇതിനു മുൻപ് RSSന്റെ മോഹൻ ഭാഗവത് ഇവിടെ വന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിന് മുൻപ് വന്ന സമയത്ത് പറഞ്ഞതാണ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കാര്യം. അതിനോട് അന്ന് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ആരാണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞു. പിന്നീട് പാർട്ടി തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഒന്നും നടന്നില്ല അന്ന്. അല്ല, അന്ന് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞത് RSS കൊലക്കത്തി താഴെ വെക്കട്ടെ എന്നിട്ട് ചർച്ച ചെയ്യാമെന്നാണ്. അല്ലാതെ മോഹൻ ഭാഗവത് പറഞ്ഞതുപോലെ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതല്ല നടന്നത്.
അതായത് ഇപ്പോൾ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, പുറത്ത് നല്ല പിള്ള ചമയാൻ സമാധാനം ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എല്ലാ തവണയും വിളിച്ചു പറയുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ തയ്യാറാകുന്നില്ല. സമാധാനം വേണം ഇവിടെ എന്ന് അണികളോട് പറയാൻ RSS തയ്യാറാകുന്നില്ല. ഇതായിരുന്നു ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രധാന ആരോപണം. അല്ലല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചരിത്രത്തിലേക്ക് പോവാം. കഴിഞ്ഞ ഒരു 3 സന്ദർഭങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അതായത് ഇതിനു മുൻപ് 2014 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് മനോജിൻ്റെ കൊലപാതകം നടന്നത്. 2014 ഓഗസ്റ്റ് മാസം അവസാനമാണ് സുരേഷ് ബാബുവിൻ്റെ കൊലപാതകം നടന്നത്. 2013 ഡിസംബർ 1-ാം തീയതിയാണ് പയ്യന്നൂരിൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കിയിട്ട് വിനോദിൻ്റെ കൊലപാതകം നടന്നത്. ഈ 3 സംഭവങ്ങൾ 3ഉം RSS പ്രവർത്തകർ, BJP പ്രവർത്തകർ കൊല്ലപ്പെട്ടതാണ്. 2014 തൊട്ട് മുമ്പുള്ള 2 കൊല്ലക്കാലം കണ്ണൂരിൽ സമാധാനം ഉണ്ടായിരുന്നു. ആ സമാധാനം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഉണ്ടായത്. 2 കൊല്ലക്കാലത്തിനിടയിൽ 3 കൊലപാതകങ്ങൾ നടത്തി ആ സമാധാനം തകർത്തത് ഞങ്ങളല്ല, CPM ആണ്. അതിനു മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ മുൻകൈ എടുത്തുകൊണ്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാധാന സംഭാഷണം നടന്നു. ആ സംഭാഷണം തകർത്തത് മാഹിയിൽ ഇരട്ടക്കൊലപാതകം നടത്തിക്കൊണ്ട് CPM ആണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഈ കേരളത്തിൽ ഇത്രയും കാലത്തെ സംഘർഷത്തിനിടയിൽ പൊതുസമൂഹത്തിൽ നിന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയ ആളായിരുന്നു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 2 തവണ ആ ശ്രമം നടത്തി. ആദ്യത്തെ ശ്രമത്തിൻ്റെ സമയത്ത് ആ ചർച്ചകളെ കുറിച്ച് എനിക്ക് നേരിട്ടറിയാം, ഞാനും കൂടി അതിൽ ചെറിയ തോതിൽ പങ്കാളിയായിരുന്നു. പിന്നീട് 1999 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച നടന്നു, RSSൻ്റെയും CPMൻ്റെയും നേതാക്കളുടെ ചർച്ച. ആ ചർച്ച കഴിഞ്ഞ 5-ാമത്തെ ദിവസമാണ് 99 ഡിസംബർ 1-ാം തീയതി ജയകൃഷ്ണൻ മാസ്റ്റർ ചെയ്യപ്പെട്ടു. ശരി, ഞാൻ ഒരുപാട് ചരിത്രത്തിലേക്ക് പോകേണ്ട. ശ്രീ V മുരളീധരൻ, അതായത് സമാധാന ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ആ ചർച്ചകൾ പൊളിക്കുന്ന എന്തോ ശക്തികൾ വീണ്ടും ഉദിച്ചു വരികയാണ്. അതായത് ഇപ്പോൾ പറയുന്ന ഈ സമാധാന നീക്കങ്ങൾക്കും കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ നടൻ ശ്രീനിവാസൻ ഒരു പ്രധാന കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതാണ്. ഇന്നൊരു അഭിമുഖത്തിന്റെ രൂപത്തിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ്. കൊല്ലരുതെന്ന് നേതാക്കൾ പറഞ്ഞാൽ അന്ന് തീരും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെന്ന്. BJPയുടെയും RSSൻ്റെയും നേതാക്കൾക്കും പറയാൻ കഴിയുന്നില്ലല്ലോ അണികളോട് കൊല്ലരുത് എന്ന്. ഞങ്ങള് കൊന്നോളാൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഞങ്ങൾ കൊല്ലരുത് എന്ന് പറഞ്ഞതിന് ശേഷവും ഈ സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. അതായത് ഒരു സ്ഥലത്ത് ഈ സംഘർഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘർഷം ഉണ്ടാകുന്നത് സമാധാന ചർച്ച നടക്കാത്തതുകൊണ്ടല്ല. ഞാൻ കണ്ണൂറുകാരനാണ്, ഞാൻ തലശ്ശേരിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്, വിദ്യാഭ്യാസ കാലം മുഴുവൻ ഞാൻ തലശ്ശേരിയിൽ ജീവിച്ച ഒരാളാണ്. കണ്ണൂർ ജില്ലയിലെ സംഘർഷത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസഹിഷ്ണുതയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മറ്റാരെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണോ അവസാനിപ്പിക്കുന്നത് അന്ന് സമാധാനം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, വളരെ പോസിറ്റീവായ ഒരു കാര്യം ശ്രീ V മുരളീധരൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞല്ലോ, RSS ചർച്ചയ്ക്ക് തയ്യാറാകട്ടെ, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കാര്യം അവർ മുഖ്യമന്ത്രിയെ അറിയിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനം, ചർച്ചയ്ക്കുള്ള സംവിധാനം മുഖ്യമന്ത്രി ഉണ്ടാക്കും എന്ന്. ഇതിനോട് ആദ്യം BJP നേതാക്കൾ പ്രതികരിച്ചത് അത്ര സുഖത്തിലായിരുന്നില്ല. AKG സെന്ററിന്റെ മുന്നിൽ വന്ന് ഭിക്ഷ യാചിക്കാൻ ഞങ്ങളില്ല എന്നാണ് ആദ്യം BJP നേതാക്കൾ പറഞ്ഞത്. പക്ഷേ RSSന്റെ ഔദ്യോഗിക നിലപാടായി തന്നെ V മുരളീധരൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, മുഖ്യമന്ത്രി വിളിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? കണ്ണൂരിൽ സമാധാനം ഉണ്ടാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കമായി ഇതിനെ കണക്കാക്കാവുന്നതല്ലേ? ഒന്ന്, കണ്ണൂരിൽ മാത്രമല്ല നാട്ടിലാകെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ് CPIM. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല CPIM. മനുഷ്യൻ്റെ ജീവൻ അമൂല്യം, അത് വ്യക്തിപരമോ രാഷ്ട്രീയമോ കാരണത്താൽ കൊല്ലപ്പെടാൻ വേണ്ടി പാടില്ല. ഇവിടെ കണ്ണൂരിലെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് RSS എന്താണ് എന്ന് പരിശോധിക്കാതെ ഈ ചർച്ച പോകുന്നത് ഉചിതമല്ല. RSS എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ കണ്ണൂരിലെ പ്രശ്നത്തെ കാണാൻ വേണ്ടി പറ്റൂ. ഇപ്പോൾ ഇന്ത്യയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങളിൽ 650ഓളം കലാപങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളിൽ RSS ഒരു ഭാഗത്ത്
കുറ്റാരോപിതരായിട്ടുണ്ട്. അതാണ് RSS. ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷനായി ശ്രീ അമിത്ഷാ വന്നതിന് ശേഷം കേരളത്തെ ടാർഗറ്റ് സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. ആ ടാർഗറ്റ് സംസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ പ്രത്യേകിച്ച് RSSന് 3 M's അവരുടെ ശത്രുക്കളാണ്: മാർക്സിസ്റ്റ്, മുസ്ലിംസ്, മിഷണറീസ് ഓഫ് ക്രിസ്ത്യൻസ്. അപ്പോൾ കേരളത്തിലേക്ക് കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്നത് സെക്യുലർ ശക്തികൾക്ക് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന CPIഎമ്മിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ RSSന് നേരത്തെ തന്നെ 70കളിൽ തന്നെ തിരക്കേടില്ലാതെ ഇന്ത്യയിലെ മറ്റു ജില്ലകളിലുള്ളതുപോലെ ശാഖകളുള്ളൊരു ജില്ലയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മറ്റു പല ഇന്ത്യയിലെ ജില്ലകളിലും വളർന്നതുപോലെ കണ്ണൂർ ജില്ലയിൽ CPIഎം മുഹമ്മദ് റിയാസ്, എന്തായാലും പരസ്പരം ആരോപണം ഉന്നയിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ വി മുരളീധരൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വന്നപ്പോഴും ആ സമയത്ത് താങ്കൾ ഇല്ലായിരുന്നു. ആ സമയത്തും ഞാൻ ഇടപെട്ടിരുന്നു. കാരണം പരസ്പരം ആരോപണം ഉന്നയിക്കുവാനുള്ള ഒരു അവസരമല്ല ഇത്. എന്തുകൊണ്ട് കണ്ണൂരിൽ സമാധാനം വേണമെന്ന് രണ്ടു കൂട്ടർക്കും പറയാൻ കഴിയുന്നില്ല. CPIഎമ്മിനും RSS BJP നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത്. അല്ലാതെ പരസ്പരമുള്ള ആരോപണങ്ങളും കൊലപാതകം നടത്തിയതിന്റെ കണക്കുകളുമല്ല. ഇപ്പോൾ വളരെ പോസിറ്റീവായുള്ള ഒരു നിർദ്ദേശം ശ്രീ വി മുരളീധരൻ ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് RSSന്റെ ഔദ്യോഗിക നിലപാടാണ്. ഇതിനോടുള്ള പ്രതികരണമാണ് ചോദിച്ചത്. ഇന്ന് ആദ്യം BJP നേതാക്കൾ അത്ര സുഖമുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും ഇപ്പോൾ RSS കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത്. അപ്പോൾ എന്തായാലും സമാധാനത്തിനുള്ള ഒരു നീക്കം ഇവിടെ സാധ്യമാണല്ലോ. RSS ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന പരാതിയായിരുന്നുവല്ലോ CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നത്. അല്ല മഞ്ജുഷ, ഞാനത് പൂർത്തീകരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുഴപ്പത്തിന് കാരണം അത് പറയാതെ അത് പോകാൻ വേണ്ടി പറ്റില്ല, പറഞ്ഞിട്ട് തന്നെ പോകാൻ പറ്റൂ. കുഴപ്പത്തിന് കാരണം അമിത്ഷാ ഉൾപ്പെടെയുള്ള BJPയുടെ ദേശീയ നേതൃത്വം, RSSന്റെ ദേശീയ നേതൃത്വമാണ്. കേന്ദ്രമന്ത്രിമാരാണ്. കേന്ദ്രമന്ത്രിമാരെന്ന് പറഞ്ഞാൽ മന്ത്രിമാരായി കഴിഞ്ഞാൽ എല്ലാവരുടെയും മന്ത്രിമാരാണ്. കേരളത്തിൽ കുഴപ്പമുണ്ടാവുക, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാകെ കുഴപ്പമുണ്ടാവുക. എന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ പല രീതിയിൽ അരുണാചലിലും ഉത്തരാഖണ്ഡിലൊക്കെ ഉപയോഗിച്ചതുപോലെ ആർട്ടിക്കിൾ 356 ഉപയോഗിക്കുക എന്നുള്ള രീതി ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കണം. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും സ്വന്തം മണ്ഡലത്തിലോ സ്വന്തം സംസ്ഥാനത്തോ ബോധപൂർവം കുഴപ്പമുണ്ടാവാൻ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് RSS ആണ്. അതുകൊണ്ടാണ് ഈ സമാധാനത്തിന് മുൻകൈ എടുക്കേണ്ടത്, നേതൃത്വം കൊടുക്കേണ്ടത്, ഇത് തീർക്കാൻ പറ്റുന്നത് RSSന്റെ നേതൃത്വത്തിനാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത്. ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു വെക്കുന്നു. ഏത് ചർച്ചക്കും ഏത് രീതിയിലുള്ള ചർച്ചക്കും തയ്യാറാണ്. വിഷയം അവസാനിക്കണം. മുരളീധരൻ ഇക്കാര്യം പറയുന്നതിന് മുൻപ് തന്നെ, അതായത് RSS നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന കാര്യം പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ആദ്യത്തെ ബാധ്യതയുള്ളത് സമാധാനം പുലർത്തുന്നതിന് വേണ്ടി. അതുകൊണ്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. ഇതിനു മുൻപ് സംസ്ഥാനം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും ഇത്തരത്തിലുള്ള സമാധാന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സമാധാനത്തിന് എതിരാണെന്നുള്ള അഭിപ്രായം ഒരാളും വിശ്വസിക്കില്ല. അവിടെ കലക്ടർ നേതൃത്വത്തിൽ യോഗം നടന്നിരുന്നു. അല്ലാതെ പലതവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഇനിയും ഇടപെടും, അതിലൊരു തർക്കമില്ല, ഇടപെടും. ഇവിടെ നടന്ന മർഡേഴ്സ് പരിശോധിക്കൂ. വളരെ ആത്മാർത്ഥമായി പരിശോധിച്ചാൽ ധർമ്മട മണ്ഡലം, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ആഹ്ലാദ പ്രകടനം നടക്കുന്നതെന്ന് എന്തിന് ഏകപക്ഷീയമായി രവീന്ദ്രനെ കൊലപ്പെടുത്തി? ഞാൻ കണക്ക് പറയല്ല. പയ്യന്നൂര് ധനരാജൻ എന്തിനു കൊലപ്പെടുത്തി? ഇത് കാണുന്ന ഒരു പ്രേക്ഷകനും ഇത്തരത്തിലുള്ള കണക്കുകൾ സുഖകരമായി തോന്നുകില്ല. ഇനി അങ്ങോട്ടുള്ള സമാധാന നീക്കങ്ങൾ മാത്രമായിരിക്കും സുഖകരമായി തോന്നുക. ഇപ്പോൾ താങ്കൾ കണക്ക് പറയുകയാണെങ്കിൽ ശ്രീ വി മുരളീധരൻ അടുത്ത കണക്ക് മഞ്ജുഷ് ഒറ്റ കാര്യം, പ്രേക്ഷകന് എന്താണ് ഇഷ്ടപ്പെടാന്ന് മഞ്ജുഷ് മാത്രമായിട്ട് തീരുമാനിക്കും. ചരിത്രം എന്തെന്ന് പറയാതെ പ്രശ്നം തീർക്കാൻ പറ്റില്ല. അത് എത്രമാത്രം കണ്ണൂരിൽ സമാധാന നീക്കങ്ങൾക്ക് സഹായകരമാണ്?